ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്യുമെന്നും നോളജ് ഇക്കോണമിയിലൂടെ സമ്പദ്ഘടനയുടെ വിപുലീകരണം സാധ്യമാക്കുമെന്നുമുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. ഈ രംഗത്ത് നടത്തേണ്ട സമഗ്ര പരിഷ്കരണത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രൊഫസർ ശ്യാം ബി മേനോൻ കമ്മീഷൻ, അതുപോലെ പ്രൊഫസർ CT അരവിന്ദകുമാർ ചെയർമാനായിരുന്ന പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ, ഡോക്ടർ NK ജയകുമാർ നയിച്ച സർവകലാശാല നിയമപരിഷ്കരണ കമ്മീഷൻ എന്നീ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി ത്വരിതഗതിയിൽ നടപ്പാക്കി വരികയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 4-year UG പ്രോഗ്രാമാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും ബിരുദ പഠനം സമൂലവും സമഗ്രവുമായിട്ട് പരിഷ്കരിക്കുന്ന വിധത്തിൽ 4 വർഷ ബിരുദ കോഴ്സ് ആവിഷ്കരിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു സമഗ്ര കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ PK ബഷീർ ഇവിടെ പറഞ്ഞു നടപ്പാക്കിയത് NEP ആണെന്നൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. NEP മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കാതലായ കാര്യങ്ങളിൽ 4-year UG പ്രോഗ്രാം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ശാസ്ത്രാഭിമുഖ്യം, യുക്തിചിന്ത, സാമൂഹ്യനീതി, സമഭാവന ഇതിലൊക്കെ അധിഷ്ഠിതമായ സമീപനമാണ് കേരള മോഡൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ 1-2 വർഷം ഒന്നും കുട്ടികൾക്ക് സബ്സ്റ്റാൻഷ്യലായിട്ട് നേടാനാവില്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് എന്ന നിലയിൽ സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും നൽകി കുട്ടികളെ ഡ്രോപ്പ് ഔട്ട് ആക്കുന്ന സമീപനത്തോട് യോജിപ്പില്ല, അത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പൂർണ്ണാർത്ഥത്തിൽ വിദ്യാർത്ഥി കേന്ദ്രിതമായ പാഠ്യപദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. സർവകലാശാലയിലെ അക്കാദമിക് നേതൃത്വം, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊക്കെ പരിശീലനം നൽകിക്കൊണ്ട് തന്നെയാണ് 4-year UG പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. മുന്നൊരുക്കം കൂടാതെ എന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത്. പക്ഷേ 39 അംഗ കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കിയ കരട് കരിക്കുലം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ചർച്ച ചെയ്ത് സർവകലാശാലകൾക്ക് നൽകി. സർവകലാശാലകൾ അത് സംബന്ധിച്ച കരിക്കുലം റെഗുലേഷനുകൾ ചർച്ച ചെയ്ത് അംഗീകരിച്ച് സംസ്ഥാനത്തെ എല്ലാ അധ്യാപകരെയും നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി നിരവധി തവണ പല വിധത്തിലുള്ള ശില്പശാലകൾ നടത്തിയതിന് ശേഷമാണ് 4-year UG പ്രോഗ്രാം ആരംഭിച്ചത്. അതിന് സിലബസ് തയ്യാറായിട്ടില്ല എന്ന് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അംഗം കണ്ടെത്തിയത് എന്നറിയില്ല. എല്ലാ വിഷയങ്ങൾക്കും ഈ കരിക്കുലം മുന്നോട്ട് വയ്ക്കുന്ന ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള സിലബസുകൾ രൂപീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഒരു സ്വാശ്രയ കോളേജിൻ്റെ സാരഥ്യം വഹിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കായിരുന്നില്ലേ? സിലബസ് അതെ, എയ്ഡഡ് കോളേജ് സിലബസ് രൂപീകരിച്ചോ, അവിടെ പരീക്ഷ നടന്നോ എന്നൊക്കെ അന്വേഷിക്കായിരുന്നില്ലേ ഒന്ന്? ഇപ്പോൾ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് 4-year UG പ്രോഗ്രാമിൻ്റെ നടത്തിപ്പ് കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്തു പോകുന്നുമുണ്ട് എന്ന് അറിയിക്കുകയാണ്. കേറിപ്പ് എന്ന പേരിൽ ഒരു സമഗ്ര സോഫ്റ്റ്വെയർ സംവിധാനം അക്കാദമിക പ്രവർത്തനങ്ങളെയും അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്ന ERP എല്ലാ സർവകലാശാലകളിലും നടപ്പാക്കുകയാണ്. ഒരു യുണീക്ക് ഐഡന്റിറ്റി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ UGCയുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള നൈപുണ്യ വിടവ് നികത്താനും തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ഇൻഡസ്ട്രി അക്കാദമിയ ഇന്റർഫേസ് ശക്തിപ്പെടുത്താനും ഫലപ്രദമായ നിലയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഗവേഷണം, ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ സ്ഥാപനങ്ങളിലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും സ്കിൽ എൻഹാൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു. അസാപ്പ്, കെയ്സ്, IHRD, ICT അക്കാദമി, CCEK തുടങ്ങിയ സ്ഥാപനങ്ങളെ ഇതിലേക്കായിട്ട് എംപാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്ന ആശയം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
ഇതിനകം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. 500ഓളം ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്ററുകൾ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടു കൂടി നടപ്പാക്കുകയാണ്. KDISC മുഖാന്തരം നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം വഴി വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ട്രസ്റ്റ് പാർക്ക് എന്ന റിസർച്ച് പാർക്ക് ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ വരുന്ന വർഷം കേരള നോളജ് കൺസോർഷ്യം സെന്ററുകൾ എന്ന പേരിൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ഓൺലൈൻ കോഴ്സുകളും സ്കിൽ കോഴ്സുകളും എല്ലാം നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അക്രഡിറ്റേഷന്റെ ഭാഗമായി ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം നമ്മൾ മുന്നേറുകയാണ്. NAAC അക്രഡിറ്റേഷനിൽ 292 സ്ഥാപനങ്ങൾ അക്രഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി സർവകലാശാലകൾ A++, കാലിക്കറ്റ്, കുസാറ്റ്, സംസ്കൃത സർവകലാശാലകൾ A+. ബഹുമാനപ്പെട്ട അംഗം ശ്രീ ബഷീർ പറഞ്ഞത് ഇവിടെ ഒക്കെ നശിച്ചു എന്നാണ്. വളരെ മോശമാണത്. നമ്മുടെ സർവകലാശാലകളൊക്കെ നന്നായി മുന്നോട്ട് പോവുക. 28 കോളേജുകൾക്ക് A++, 49 കോളേജുകൾ A+, 82 കോളേജുകൾ A ഗ്രേഡ്. നിങ്ങൾ പറഞ്ഞ ഗവൺമെന്റ് കോളേജുകൾ മോശമാണെന്ന് പറഞ്ഞല്ലോ. നമ്മളെ നാട്ടിലത്തെ നിരന്തരം 1ാം സ്ഥാനം കേരള സംസ്ഥാനത്ത് നേടിയ കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് NIRF റാങ്കിങ്ങിൽ. ഈ രാജ്യത്ത് 22ാം സ്ഥാനത്താണ് യൂണിവേഴ്സിറ്റി കോളേജ് നിൽക്കുന്നത്. NIRF റാങ്കിങ്ങിലെ സർവകലാശാലകളുടെ പട്ടികയിലെ ആദ്യ 100-ൽ സംസ്ഥാനത്തെ 4 സർവകലാശാലകൾ ഇടം പിടിച്ചിട്ടുണ്ട്. കേരള, കുസാറ്റ്, MG, കാലിക്കറ്റ്. 9, 10, 11 സ്ഥാനങ്ങൾ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കാണ്. കോളേജുകളുടെ പട്ടികയിൽ ആദ്യ 100-ൽ 16 കോളേജ്, ആദ്യ 200-ൽ 42 കോളേജ്, ആദ്യ 300-ൽ 71 കോളേജ്, ആദ്യ 300-ൽ 16 ഗവൺമെന്റ് കോളേജുകളാണ്. ആദ്യ 100-ൽ 4 ഗവൺമെന്റ് കോളേജാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും NBA അക്രഡിറ്റേഷൻ എല്ലാ പ്രോഗ്രാമുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. SLQAC സ്റ്റേറ്റ് ലെവൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് സ്ഥാപിച്ച് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ട പരിശീലനങ്ങൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിപ്പോരുകയാണ്. അതുപോലെ SAC സ്റ്റേറ്റ് അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെന്റർ, കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഇതൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി വഴി 1847 കോടി രൂപയുടെ പ്രൊജക്ട് ഏറ്റെടുത്തു. റൂസ പദ്ധതിയിലൂടെ 433.28 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. PM ഉഷ പദ്ധതിയിൽ ഇനി 405 കോടി ലഭ്യമായിട്ടുണ്ട്, ആരംഭിക്കണം പ്രവർത്തനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ 311 കോടി 44 ലക്ഷം രൂപയുടെ പദ്ധതികൾ 4 വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് 104 കോടി 73 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ സിയാപ്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് 8.29 കോടി, IHRDക്ക് 45 കോടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം, ട്രാൻസ്ലേഷണൽ റിസർച്ച് ഹോസ്റ്റൽ, ഇൻഡോർ സ്റ്റേഡിയം ഇതിനൊക്കെയായിട്ട് 250 കോടി രൂപ അനുവദിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ 53 കോടി 73 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. മലയാള സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരത്തിന് 20 കോടി അനുവദിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ആസ്ഥാന മന്ദിരത്തിന് 12 കോടിയും അനുവദിച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ നൽകി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് 2021 മുതൽ 4 വർഷക്കാലം ഡിഗ്രി തലത്തിലും PG തലത്തിലുമുള്ള വിദ്യാർത്ഥികൾക്ക് 62 ലക്ഷത്തിലധികം രൂപ സ്കോളർഷിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകുന്ന പ്രവർത്തനം കഴിഞ്ഞ 2 വർഷങ്ങളിലായി നൽകി വരുന്നുണ്ട്. കൈരളി റിസർച്ച് അവാർഡുകൾ ഗവേഷണ രംഗത്ത് പ്രത്യേകമായിട്ടുള്ള അച്ചീവ്മെന്റുകൾ നടത്തുന്നവർക്കായിട്ട് നൽകി വരുന്നുണ്ട്. 1,55,00,000-ലധികം രൂപ
ഇപ്രകാരം സ്കോളർഷിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കേരളത്തിൻ്റെ കൃഷി മുതലായിട്ടുള്ള അടിസ്ഥാന മേഖലകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുന്നതിന് സഹായകരമായ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ഗവേഷണം നടത്തുന്നതിനാണ് ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നൽകി വരുന്നത്. ഇത്തരത്തിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് കണ്ടുകൊണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ, the Kerala Institute for Gender Equality, Kerala Language Network, ഇത്രയും സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഇല്ല കഴിയാറായി. ഇനി സാമൂഹ്യനീതി ഉണ്ട്. ഇത്രയും കേന്ദ്രങ്ങൾ വിവിധ വിഷയങ്ങളിൽ എക്സലൻസ് ആർജിക്കുന്നതിനും റിസർച്ചിൻ്റെ മേഖലയിൽ ആഴത്തിൽ പോകുന്നതിനും സഹായകരമായ വിധത്തിൽ സ്ഥാപിക്കുകയാണ്. കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷ പഠന വിവർത്തന കേന്ദ്രം ഇതിനകം പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓട്ടോണമസ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്ററുകൾ താണു പത്മനാഭൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആരംഭിച്ചിട്ടുണ്ട്. കുസാറ്റിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, MG യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി തുടങ്ങി ഓട്ടോണമസ് ഇന്റർ യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ കിഫ്ബിയുടെ ധനസഹായത്തോടെ സ്ഥാപിച്ചു വരികയാണ്. ഇവിടെ രാവിലെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായ നിലയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ആസാദ് സേനയുടെ രൂപീകരണം നടത്തുകയും അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. NSSൻ്റെയും NCCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏജൻറ്റ്സ് ഫോർ സോഷ്യൽ ആക്ഷൻ അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന വിപുലമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിക്ക് NSS തുടക്കം കുറിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള സംവാദങ്ങളും മറ്റു പരിപാടികളുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ജീവനി കൗൺസിലിംഗ് പദ്ധതി ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലും നടത്തി വരുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷവും അതിനു വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മെമ്പർ ഷംസുദ്ദീൻ 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ കണക്ക് വളരെയധികം തെറ്റാണ്. 13.5 ലക്ഷം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഇനി സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, ജയിൽ വിമുക്തരായവർ എന്നീ വിഭാഗങ്ങളുടെ സമഗ്രക്ഷേമവും സാമൂഹ്യ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി മാത്രം പറയാം. MWPSC ആക്ട് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് 27 റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വയോജന സംരക്ഷണം കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് നേരത്തെ പുറപ്പെടുവിച്ചു. അത് ഈ സഭയിൽ ബില്ലായി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാളെ അത് സഭ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം എൽഡർ ലൈൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. വയോരക്ഷ ക്രൈസിസ് മാനേജ്മെൻറ്റ് പദ്ധതിയിലൂടെ ആരുടെയും തുണയും കരുതലുമില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം, പുനരധിവാസം,
കെയർ ഗിവേഴ്സിൻ്റെ സേവനം, നിയമസഹായം എല്ലാം ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. വയോജന വെബ് പോർട്ടൽ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 16 വയോജന ഹോമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പുതുതായി കോട്ടയം ജില്ലയിൽ മുളക്കുളത്ത് ഒരു വയോജന ഹോം ആരംഭിച്ചു. ആലപ്പുഴയിൽ ശയ്യാവലംബികൾക്കുള്ള വയോജന ഹോമും ആരംഭിച്ചിട്ടുണ്ട്. വൃദ്ധസദനങ്ങളെ അവയുടെ അന്തരീക്ഷം ആധുനികീകരിക്കാനുള്ള എല്ലാ സൗകര്യമുള്ള വാസസ്ഥലമാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന സെക്കൻഡ് ഇന്നിങ്സ് ഹോം പദ്ധതി നടപ്പാക്കി വരികയാണ്. സംസ്ഥാനത്ത് 82 സായംപ്രഭ ഹോമുകൾ പകൽ വീടുകൾ എന്ന നിലയിൽ സാമൂഹ്യനീതി വകുപ്പിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹോമുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വയോപോഷണം പദ്ധതി പ്രകാരം ഭക്ഷണം നൽകി വരുന്നുണ്ട്. വയോമിത്രം എന്ന മാതൃകാ പദ്ധതിയിലൂടെ മരുന്നുകളും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം, അതുപോലെ മാനസികോല്ലാസത്തിനുള്ള വയോജന ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി വരുന്നുണ്ട്. വയോജന ഹോമുകളിലെ അന്തേവാസികൾക്ക് വയോ അമൃതം പദ്ധതിയിലൂടെ ആയുർവേദ ചികിത്സാ പദ്ധതി പ്രകാരം ആരോഗ്യ പരിരക്ഷ നൽകുന്നുണ്ട്. കൃത്രിമ ദന്തനിരകൾ പിടിപ്പിക്കുന്നതിന് മന്ദഹാസം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പെയ്ഡ് ഓൾഡ് ഏജ് ഹോമുകളുടെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനും കെയർ ഗിവർമാരുടെ സേവനവുമായി ബന്ധപ്പെട്ടും നിയമനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വയോസേവന അവാർഡുകൾ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാഴ്ചവെക്കുന്നവർക്ക് നൽകി വരുന്നുണ്ട്. അൽഷിമേഴ്സും ഡിമെൻഷ്യയും ബാധിച്ച വയോജനങ്ങൾക്കായി ഓർമ്മത്തോണി എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഭിന്നശേഷി മേഖലയിൽ ബാരിയർ ഫ്രീ കേരള പോലുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. തട്ടും തടവുമില്ലാതെ സാമൂഹ്യ ജീവിതം നടത്താൻ കഴിയുമാറ് പൊതു ഇടങ്ങൾ, പൊതു ഓഫീസുകൾ, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ലൈബ്രറികൾ, പാർക്കുകൾ, തിയേറ്ററുകൾ എല്ലാം ബാരിയർ ഫ്രീ ആക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതുപോലെ 5% വിദ്യാഭ്യാസ മേഖലയിൽ സംവരണവും തൊഴിലിൽ 4% സംവരണവും നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 1452 തസ്തികകൾ ഭിന്നശേഷി നിയമനത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ ശാരീരിക പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മാതൃകാപരമായ കാഴ്ച പദ്ധതി, ശുഭയാത്ര പദ്ധതി, ശ്രവണ പദ്ധതി തുടങ്ങിയവ അതിനായി ഉപയോഗപ്പെടുന്നുണ്ട്. അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് നല്ല രീതിയിൽ സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 25 മൊബൈൽ ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ പുനരധിവാസ പദ്ധതിയായിട്ടുള്ള അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലും പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ടാലൻറ്റ് സെർച്ച് ഫോർ യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ് പദ്ധതിയുടെ ഭാഗമായിട്ട് റിഥം എന്ന പേരിൽ ഒരു കലാട്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. പുതുതായി സ്പീഡ് എന്ന പേരിൽ ഒരു പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഫോർ ദ ഡിസേബിൾഡ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ഓൺ ഡിസബിലിറ്റീസ് മുഖാന്തരം ഓട്ടിസം മേഖലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഓട്ടിസം സെന്ററുകൾ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിഷ്, നിപ്മർ 2 സ്ഥാപനങ്ങൾ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ആ 2 കേന്ദ്രങ്ങളിലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുമായി ബന്ധപ്പെട്ട യൂണിറ്റും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട്. SID മുഖാന്തരം മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ. ഇനി ട്രാൻസ്ജെൻഡർ മേഖലയും കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ സ്കൂൾ തലത്തിൽ 1000 രൂപയും കോളേജ് തലത്തിൽ 2000 രൂപയും പ്രതിമാസം നൽകി വരുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്നുണ്ട്. വിവാഹ ധനസഹായ പദ്ധതിയും ലിംഗമാറ്റ ശസ്ത്രക്രിയക്കുള്ള ധനസഹായവും ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയും ഷോർട്ട് സ്റ്റേ ഹോമുകളും എല്ലാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനു വേണ്ടി നടപ്പാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പുതിയ കലാട്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അനന്യം എന്ന പേരിൽ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
വിദൂര വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് 24,000 രൂപ വരെ ധനസഹായം നൽകുന്ന വർണ്ണം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് സഹായം നൽകുന്ന യത്നം എന്ന പദ്ധതി, അതുപോലെ നൈപുണ്യ വികസനവും സംരംഭകത്വ താൽപ്പര്യവും പ്രോത്സാഹിപ്പിക്കുന്ന സാകല്യം പദ്ധതിയിലൂടെ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകുന്നുണ്ട്. കരുതൽ പദ്ധതി ക്രൈസിസ് ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് എന്ന പേരിൽ അതിഗംഭീരമായിട്ട് നടത്തി വരുന്നു. ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ എന്നുള്ള നിലയ്ക്ക് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള വകുപ്പിന്റെ കെട്ടിടത്തിൽ ഒരു കേന്ദ്രം പ്രവർത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രൊബേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ രംഗത്തും ജയിൽ വിമുക്തരായവർക്ക് വേണ്ടുന്ന എല്ലാവിധ പുനരധിവാസ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും വലിയ നിലയിലുള്ള പിന്തുണ കൊടുക്കാൻ സാമൂഹ്യനീതി വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വരുന്ന വർഷം സാമൂഹ്യനീതി ഭവൻ എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികൾ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവർക്കെല്ലാം സഹായകരമാകുന്ന ഹെൽപ്പ് ഡെസ്കും റിസോഴ്സ് സെൻ്ററുകളും താൽക്കാലിക താമസ സൗകര്യവും എല്ലാം ചേരുന്ന ഭിന്നശേഷി ഭവൻ, സാമൂഹ്യനീതി ഭവൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുള്ളതുകൊണ്ട് ധനാഭ്യർത്ഥന ചർച്ച പാസ്സാക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു.